ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചൈനയിലെത്തിയിരിക്കുന്നത് ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ ഡിപ്ലോമാറ്റിക് വിസിറ്റല്ല. ഇത് ലോകത്തിന്റെ ഫ്യൂച്ചർ പവർ ബാലൻസിനെ പോലും ബാധിക്കാവുന്ന ഹൈ സ്റ്റേക്സ് സമ്മിറ്റാണ്. ട്രംപ് ആൻഡ് ഷീ ജിൻപിങ് തമ്മിലുള്ള ഈ മീറ്റിംഗ് നടക്കുന്നത് ലോകം വലിയ അൺസർട്ടനിറ്റി നേരിടുന്ന സമയത്താണ്. കാരണം ഇപ്പോൾ ലോകം ഒരേ സമയം പല ക്രൈസിസിലൂടെയാണ് കടന്നുപോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കോൺഫ്ലിക്റ്റ്, യുഎസ് ചൈന എക്കണോമിക് റൈവറി, തൈവാൻ ടെൻഷൻ, ഗ്ലോബൽ ട്രേഡ് സ്ലോ ഡൗൺ, ഓയിൽ മാർക്കറ്റ് ഇൻസ്റ്റബിലിറ്റി ഇതെല്ലാം ഒരുമിച്ച് നടക്കുമ്പോഴാണ് ട്രംപ് ബീജിംഗിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ട്രംപ് എന്തിനാണ് ചൈനയിൽ പോയത്, ഇത് ഇറാൻ വാറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, യുഎസ് ചൈന റിലേഷൻസ് ഇപ്പോൾ എത്ര ക്രിട്ടിക്കലാണ്, ഈ മീറ്റിംഗിന്റെ പിന്നിലെ യഥാർത്ഥ ജിയോ പൊളിറ്റിക്കൽ ഗെയിം എന്താണ്, ഇതിന്റെ പോസിബിൾ റിസൾട്ട് എന്താകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യുഎസും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ അഗ്രസീവ് ഫേസിലായിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് പ്രസിഡൻസി സമയത്ത് ട്രേഡ് വാർ ലോകത്തെ തന്നെ ഷേക്ക് ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഹ്യൂജ് ടാരിഫ്സ് ഇമ്പോസ് ചെയ്തു. ഒരു സമയത്ത് ടാരിഫ് റേറ്റ്സ് 100% മുകളിലേക്ക് വരെ പോയി. ഇതിന്റെ ഇംപാക്റ്റ് ചൈനയെയും യുഎസിനെയും മാത്രമല്ല ബാധിച്ചത്, മൊത്തം ഗ്ലോബൽ ഇക്കോണമിയെ തന്നെ ശരിക്കും ബാധിച്ചു. മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഉയർന്നു, സപ്ലൈ ചെയിൻസ് ബ്രേക്കായി. ഇലക്ട്രോണിക്സ് മുതൽ ഓട്ടോമൊബൈൽസ് വരെ എല്ലാ ഇൻഡസ്ട്രീസ്ക്കും പ്രഷർ വർദ്ധിച്ചു. ആപ്പിൾ, ടെസ്ല പോലുള്ള കമ്പനികൾക്ക് ചൈന മാർക്കറ്റും ചൈനീസ് മാനുഫാക്ചറിംഗ് സിസ്റ്റംസും വളരെ ഇമ്പോർട്ടന്റാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇത്തവണ ബിസിനസ് ഡെലിഗേഷനുമൊപ്പമാണ് ചൈനയിലെത്തിയിരിക്കുന്നത്. റിപ്പോർട്ട്സ് അനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം ഇലോൺ മസ്ക്, ടിം കുക്ക് പോലുള്ള പ്രമുഖ ബിസിനസ് ലീഡേഴ്സ് പോലും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ചൈന കൂടുതൽ അമേരിക്കൻ ഗുഡ്സ് വാങ്ങുന്ന ട്രേഡ് എഗ്രിമെന്റ്സ് സെക്യൂർ ചെയ്യുക എന്നതാണ്. കാരണം യുഎസ് ഇക്കോണമിക്ക് മാനുഫാക്ചറിംഗ് റിവൈവലും എക്സ്പോർട്സും ഇപ്പോൾ വളരെ പ്രധാനമാണ്. പക്ഷേ ഈ വിസിറ്റ് ട്രേഡ് മാത്രമല്ല, ഇവിടെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ മിഡിൽ ഈസ്റ്റാണ്. ഇപ്പോൾ യുഎസ് ഇറാൻ ടെൻഷൻസ് ഉയരുന്നു. ഇസ്രയേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് റീജിയനെ അൺസ്റ്റേബിളാക്കുന്നു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ക്രൈസിസ് കാരണം ഓയിൽ മാർക്കറ്റ്സ് നെർവസ് ആണ്. ഈ സിറ്റുവേഷനിൽ ചൈന വളരെ കെയർഫുള്ളായി മൂവ് ചെയ്യുകയാണ്. കാരണം ചൈനയ്ക്ക് ഇറാൻ വളരെ ഇമ്പോർട്ടന്റ് പാർട്ട്ണറാണ്. ചൈനയാണ് ഇറാനിയൻ ഓയിലിന്റെ ഏറ്റവും വലിയ ബയേഴ്സിലൊന്ന്. അതായത് ഇറാനിൽ ഇൻസ്റ്റബിലിറ്റി കൂടിയാൽ ചൈനയുടെ എനർജി സെക്യൂരിറ്റിയെ അത് നേരിട്ട് ബാധിക്കും. ഇവിടെയാണ് ട്രംപിന്റെ വിസിറ്റ് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. യുഎസ് ആഗ്രഹിക്കുന്നത് ചൈന ഇറാന് ഡയറക്റ്റ് സ്ട്രാറ്റജിക് ബാക്കിംഗ് നൽകാതിരിക്കുക എന്നതാണ്. ചൈന ഓപ്പൺലി യുഎസ് സൈഡിലേക്ക് വരില്ലെങ്കിലും യുഎസിന് വേണ്ടത് ചൈന കോൺഫ്ലിക്റ്റ് ഡി എസ്കലേഷനിലേക്ക് പ്രഷർ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് അനലിസ്റ്റ്സ് പറയുന്നത് ട്രംപ് ഷീ മീറ്റിംഗിൽ ഇറാൻ ഇഷ്യൂ ബിഹൈൻഡ് ദ സീൻസ് മേജർ ടോപ്പിക് ആയിരിക്കുമെന്ന്. ഇവിടെ മറ്റൊരു എക്സ്പ്ലോസീവ് വിഷയവുമുണ്ട്, തൈവാൻ. ചൈനയുടെ വ്യൂവിൽ തൈവാൻ സ്വന്തം ടെറിട്ടറിയാണ്. പക്ഷേ യുഎസ് വർഷങ്ങളായി തൈവാന് ഇൻഡയറക്റ്റ് സപ്പോർട്ട് നൽകുന്നു. വെപ്പൺസ് സപ്പോർട്ട്, സ്ട്രാറ്റജിക് ബാക്കിംഗ്, മിലിറ്ററി കോഓപ്പറേഷൻ ഇവ ചൈനയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബീജിംഗിന്റെ ബിഗ്ഗസ്റ്റ് കൺസേൺ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തൈവാൻ വിഷയത്തിൽ ഫ്യൂച്ചറിൽ എന്ത് പൊസിഷൻ എടുക്കുമെന്നതാണ്. കാരണം തൈവാൻ ഏഷ്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ഫ്ലാഷ് പോയിന്റ്സിലൊന്നാണ്. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ യുഎസും ചൈനയും നേരിട്ട് കോൺഫ്രണ്ടേഷനിലേക്ക് പോകാനുള്ള റിസ്ക്കുണ്ട്. അതുകൊണ്ട് ഈ സമ്മിറ്റ് സിമ്പിൾ ഡിപ്ലോമസിയല്ല, ഗ്ലോബൽ പവർ നെഗോസിയേഷനാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ഈ മീറ്റിംഗിന്റെ റിസൾട്ടിലാണ്. ഒരു പോസിബിലിറ്റി എന്താണ്? ട്രേഡ് ടെൻഷൻസ് കുറയാം. ചൈന കൂടുതൽ യുഎസ് പ്രോഡക്ട്സ് വാങ്ങാൻ എഗ്രി ചെയ്താൽ മാർക്കറ്റ്സ് സ്റ്റെബിലൈസ് ആകാം. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കിട്ടാം. മാനുഫാക്ചറിംഗ് സെക്ടറിന് റിലീഫ് കിട്ടാം. രണ്ടാമത്തെ പോസിബിലിറ്റി, ഇറാൻ കോൺഫ്ലിക്റ്റിൽ ബിഹൈൻഡ് ദ സീൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാം. ചൈന പബ്ലിക്ലി ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താലും ഓയിൽ സപ്ലൈ സുരക്ഷിതമാക്കാൻ ഡിപ്ലോമാറ്റിക് പ്രഷർ ഉപയോഗിക്കാം. കാരണം ഹോർമൂസ് ക്രൈസിസ് വർസനായാൽ ചൈനയ്ക്കും ഹ്യൂജ് എക്കണോമിക് ഡാമേജ് ഉണ്ടാകും. പക്ഷേ തൈവാൻ ഇഷ്യൂവിൽ മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം അത് ചൈനയുടെ കോർ നാഷണൽ ഇൻട്രസ്റ്റാണ്. ചൈന തൈവാൻ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അതുപോലെ യുഎസിനും ഏഷ്യയിൽ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടുത്താൻ താൽപ്പര്യമില്ല. അതുകൊണ്ട് അനലിസ്റ്റ്സ് പറയുന്നത് ഈ സമ്മിറ്റ് ടെൻഷൻസ് കുറയ്ക്കാം, പക്ഷേ റൈവൽറി അവസാനിപ്പിക്കില്ല. കാരണം യുഎസും ചൈനയും ഇപ്പോൾ രണ്ട് കോമ്പീറ്റിംഗ് സൂപ്പർ പവേഴ്സാണ്. ടെക്നോളജി, ഇക്കോണമി, മിലിറ്ററി, ഡിപ്ലോമസി എല്ലാ മേഖലകളിലും ഇൻഫ്ലുവൻസ് ബാറ്റിൽ നടക്കുകയാണ്. ഒരു കാര്യം ക്ലിയറാണ്,
ട്രംപിന്റെ ചൈന വിസിറ്റ് ഏഷ്യയുടെ പൊളിറ്റിക്സ് മാത്രമല്ല, വേൾഡ് ഇക്കോണമി, ഓയിൽ മാർക്കറ്റ്, ഇറാൻ ക്രൈസിസ്, തൈവാൻ ഫ്യൂച്ചർ ഇതെല്ലാം ബാധിക്കാവുന്ന ഒരു മേജർ ജിയോ പൊളിറ്റിക്കൽ ഇവന്റാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യൂ.